ആ മോനെ മോനെ സുമേഷേ, മോനെ അതിട്ടിട്ടേ പെട്ടെന്ന് ഇങ്ങ് വന്നേ. ബാബോട്ട് ഇനി 3-4 തെങ്ങ് കയറാനുണ്ട്. എടാ അതൊക്കെ പിന്നെ കയറാന്ന്. ഇപ്പോഴേ ഒരു കൂട്ടർ വിളിച്ചിട്ടുണ്ട് ഒന്ന് പെണ്ണ് കാണാൻ ചെല്ലാൻ വേണ്ടി. വലിയൊരു കമ്പനിയിലേ എന്തോ സൂപ്പർവൈസറാ, നല്ല ശമ്പളമാണേ. പൊന്നു മോനെ സുമേഷേ, ഒരുപാട് സ്ഥലത്ത് നിന്നെയും കൊണ്ട് ഞാൻ പെണ്ണ് കാണാൻ പോയതല്ലേ. ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നിന്നെ ഇഷ്ടമായാ? ജന്മത്തില് നിനക്ക് വേറെ പെണ്ണ് കിട്ടില്ല, അതെന്റെ വാക്കാ. മൂപ്പര് പറഞ്ഞ പോലെ ഞാൻ കമ്പനിയിലെ സൂപ്പർവൈസറായിട്ടൊന്നുമല്ല ജോലി ചെയ്യുന്നത്. ഞാനൊരു തെങ്ങായിട്ട് കയറണേ. പക്ഷെ ഒരു പരിചയമില്ലായിട്ടും എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കാണിച്ച നിങ്ങളുടെ ആ മനസ്സുണ്ടല്ലോ, അത് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് അത് വേണമെന്ന് പറഞ്ഞ പിന്നെ അമ്മായിൻ്റെ മക്കളല്ല ഏത് കൊലകൊമ്പന്മാർ വന്നാലും അവളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വീടും സ്ഥലവും എങ്ങനെയെങ്കിലും എൻ്റെ കൈക്കലാക്കണമായിരുന്നു. അതെന്തായാലും എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നറിയാം. പിന്നെ എൻ്റെ സ്റ്റാറ്റസിനും വിദ്യാഭ്യാസത്തിനും പറ്റിയ ഒരാളിനെ ഞാൻ എൻ്റെ കോളേജിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അവനും കൂടി അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ ഡ്രാമയ്ക്ക് ഇറങ്ങിയത് തന്നെ. പിന്നെ വക്കീലോ ഡിവോഴ്സ് നോട്ടീസ് അയച്ചു തരും, അതിൽ നിങ്ങളൊന്ന് ഒപ്പിട്ട് തരണേ. വെറുതെ ഒന്നും വേണ്ട, എത്ര വേണമെങ്കിലും പൈസ തരാം. പിന്നെ ഇത്രയും കാലം നടന്നൊക്കെ വേറൊരു സ്വപ്നമാണെന്ന് വിചാരിച്ച് ചേട്ടനങ്ങ് വിട്ടോ. അങ്ങനെ തന്നെ വേണടാ, അവൻ ഇനിയും പോരാ മോളെ, കൊടുക്ക്. ഓടെ സ്വപ്നമായിരുന്നു ദൈവമേ. രണ്ടെണ്ണത്തിന് പണി കൊടുക്കണം എന്നിട്ട് ഏത് നേരം ഇങ്ങനെ ഓരോ സ്വപ്നം കണ്ട് നടക്കലാണല്ലോ പണി. എങ്ങനെയെങ്കിലും രണ്ടും കൂടി ഒന്ന് തമ്മിൽ തല്ലി പിരിഞ്ഞാ മതിയായിരുന്നു. ഒരാലാറും എന്തായാലും നാളെ എൻ്റെ 2 മക്കളും എത്തുന്നുണ്ടല്ലോ, ബാക്കി അവര് നോക്കിക്കോളും. ഗീതു, നീ എന്തിനാ ഓടി വരുന്നത്? ഏട്ടാ, ഇപ്പൊ സന്ദീപ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മായിന്റെ മക്കളെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ടത്രേ. എന്റെ ഗീതു, അതിനാണ് നീ ഇങ്ങനെ ഓടി വരുന്നത്. ഡോക്ടർ 3 മാസം റെസ്റ്റ് എടുക്കണം പറഞ്ഞല്ലേ. എടാ അവര് വരട്ടെ, അതിന് നിനക്കെന്താ? ഏട്ടനെ അവരെ കുറിച്ച് ശരിക്കും അറിയാനിട്ടാ. ഇവിടെ ഉള്ളപ്പോ തന്നെ ഭയങ്കര ഗുണ്ടകളായിരുന്നു. ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യുമെന്നൊരു പേടി. അവരെന്ത് ചെയ്യാനാ? നീ ഇപ്പൊ ഓരോന്നാലോചിച്ച് ടെൻഷൻ അടിക്കല്ലേ. മോള് വീട്ടിൽ പോ. ഏട്ടാ, അവര് ക്രിമിനൽസാ. ഇപ്പൊ എന്തോ കണക്കാക്കി തന്നെ നാട്ടിലേക്ക് വരുന്നത്. നമുക്ക് ആ വീടോ പറമ്പോ ഒന്നും വേണ്ട. ഇനിയിപ്പോ അവര് വന്നാൽ തന്നെ ഏട്ടനൊരു പ്രശ്നത്തിന് നിക്കല്ലേ. എടാ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിന്നിട്ടുണ്ടാ, നീ ഇങ്ങനെ ബേജാറാണ്ട. ഗീതു ചെല്ലേ, ഞാൻ ഈ പണി കഴിഞ്ഞിട്ട് വേഗം അങ്ങോട്ട് വരാം. വേഗം വരണേ ഏട്ടാ. ആടോ കഴിഞ്ഞത് വരാം, മോള് ചെല്ലേ. ചാകേഷേ, ഇന്ന് പണിക്ക് പോയിട്ടുണ്ടോ? കൂടെ ആരാള്? നിങ്ങൾ 2 കൂടിയേ എൻ്റെ വീട്ടിലൊന്ന് പോയി നിൽക്കണേ. അവളെ അറിയണ്ട. ഒന്നുമില്ലടാ, അവളുടെ ആങ്ങളമാരെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അത് സാരടാ, അമ്മമാർ ഇങ്ങോട്ട് വന്നോട്ടെ, അത് ഞാൻ നോക്കിക്കോളാം. വേണടാ, ഇങ്ങോട്ട് ആരും വരണ്ട, നീ അവിടെ നന്നായി. ആ ആ സുമതേച്ചിയെ, നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുകയാണല്ലേ? നീയാ? ഇനി നിങ്ങളായിട്ട് ഒരു ബന്ധവുമില്ല, ഈ വഴിക്ക് ഞാൻ വരില്ല പറഞ്ഞിട്ട് ഒറ്റ പോക്ക് പോയതല്ലേടാ. ഇപ്പൊ എന്താ ഇങ്ങോട്ടേക്ക്? ഓ, എന്റെ മക്കള് വരുന്ന വിവരം അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? നൈസായിട്ട് കുപ്പിക്ക് വേണ്ടി കൂടാൻ വന്നാടാ. പിന്നെ നിങ്ങളുടെ മക്കളെ കുപ്പി കണ്ടിട്ടാണല്ലോ ഞാൻ ജീവിക്കുന്നത്. അതൊക്കെ പണ്ട്, ആ കാലമൊക്കെ കഴിഞ്ഞു സുമതേച്ചിയെ. അല്ല, നിങ്ങളുടെ മക്കള് വരാത്ത മുമ്പേ നിങ്ങളുടെ പെങ്ങളെ മോനെയും കൂട്ടി സുമേഷിനെ തല്ലാൻ വേണ്ടി പറഞ്ഞയച്ചു അല്ലേ? നീ ആള് കൊള്ളാലോടാ ബാബുവോ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സ്പോട്ടിൽ അങ്ങോട്ട് അറിയുന്നുണ്ടല്ലോ.
വെറുതെ അല്ല നാട്ടുകാർ നിന്നെ പോലീസ് ബാബു വിളിക്കണത്. എല്ലാം അങ്ങോട്ട് മോണത്ത് കണ്ടുപിടിച്ചോളും അല്ലേ? എന്നാ കേട്ടോടാ, ഞാൻ എൻ്റെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞതായിരുന്നു എയർപോർട്ടിൽ നേരെ ഇറങ്ങി വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മതി പരിപാടി എന്നുള്ളത്. പക്ഷെ ചെക്കന്മാരത് കേൾക്കുന്നുണ്ടാ? അവർക്ക് ഒരേ നിർബന്ധോടാ, വീട്ടിലെത്തുന്നതിന് മുമ്പേ ആ സുമേഷിന്റെ കയ്യും കാലും ഓടിച്ച് ആ പെണ്ണിന്റെ ഒപ്പിട്ട പേപ്പർ വാങ്ങിയിട്ടേ ഇങ്ങോട്ട് വരൂ എന്നുള്ളത്. നീ എന്താടാ വിചാരിച്ചത്? നീ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യം നടക്കില്ല എന്നാ? പൈസ കൊടുത്താലേ നിന്നെപ്പോലെ 100 എണ്ണങ്ങൾ വാലാട്ടി വരുവാടാ അങ്ങോട്ട്. ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതേ ആ രമേശനാ. അവൻ മിക്കവാറും ഇപ്പൊ രജിസ്ട്രാർ ഓഫീസിൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും. പിള്ളേർ ആ സുമേഷിനെ അടിച്ചിട്ട് ആ പെണ്ണിന്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് അവിടെ ഒപ്പിടിപ്പിച്ചിട്ട് ഇപ്പൊ തിരിച്ചു വരുന്നുണ്ടാകും. എന്തായാലും ഇത്രയും കാലം നമ്മുടെ കാര്യങ്ങളൊക്കെ എടുപ്പായിട്ട് നടത്തി തന്നതല്ലേ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേ. പിള്ളേരെ നല്ല സാധനം അടിക്കട്ടെ കൊണ്ടുവരിക. അന്ന് 2 എണ്ണം അടിച്ചിട്ടേ മോൻ വിട്ടോ. നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലേ സുമതേച്ചി? നിങ്ങളോട് അന്നേ ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങളുടെ മക്കളല്ല മരുമക്കളോ അവന്മാരെ തന്തമാരോ പോയാലും ആ സുമേഷിന് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അല്ല, നിങ്ങൾക്ക് അനുഭവം ഉള്ളതാണല്ലോ. നിങ്ങൾ പറഞ്ഞിട്ടല്ല ആ പ്രകാശും കൂട്ടരും ഞാൻ അയച്ചത്. എന്നിട്ട് അവന്മാരെ സ്ഥിതി എന്തായി? ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ നിന്ന് എണീറ്റിട്ടില്ല. അവന്മാർക്ക് കിട്ടിയതിന്റെ 10 ഇരട്ടി നിങ്ങളുടെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് ആ വഴിക്ക് പോകാൻ തോന്നി. അല്ലെങ്കിൽ സുമതേച്ചിയെ, നിങ്ങളുടെ മക്കൾ ആ പറമ്പിലെ ചോര ചർത്തിച്ച് ചത്തേനെ. ആ പ്രകാശിനെയും കൂട്ടരി ആക്കിയില്ലേ, അതേ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ മക്കളെയും കൊണ്ട് തള്ളിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്, അമ്മ വേഗം പോയിട്ട് കുറച്ച് ആപ്പിളും മുന്തിരിയൊക്കെ ആയിട്ട് മക്കളെ കാണാൻ ചെല്ല്. നിർത്തി ബാബുവാ തള്ളേ, നിന്നെക്കാളി 2 വയസ്സ് മൂത്താ ഞാൻ. എന്നിട്ട് ഞാൻ നിന്നെ സുമതേച്ചിന്ന്, നീ എന്നെ ബാബു എന്നാ വിളിക്കുന്നത്. അത് ഇത്ര കാലം ഞാൻ നിന്റെ അടിമയായതുകൊണ്ട് അതങ്ങ് ക്ഷമിച്ചു. അതിനുള്ള പണി നീയായിട്ട് എനിക്ക് തന്നല്ലോ. ആ പ്രകാശനും കൂട്ടർക്ക് 5 ലക്ഷം എണ്ണിക്കൊടുത്തത് അത് പോട്ടേന്ന് വെക്കുക. എവിടെ നിന്ന് കിട്ടിയ പൈസ ഇവിടെ തന്നെ തീർന്നു. സുമതിയെ, ഒരു കാര്യം ഞാൻ പറയാ, ഈ സ്വത്തിന്റെയും പൈസന്റെയും പേരില് ഇനി ആ സുമേഷിന്റെയും ആ കൊച്ചിന്റെയും ബാക്കിൽ നിന്റെ മക്കളെ അയച്ചാ അവൻ നിന്റെ 2 മക്കളെ അങ്ങ് പരലോകത്തെത്തിക്കണ്ടാ. അവനെ കുറിച്ച് നിനക്ക് അറിയായിട്ടാ. സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കും. പക്ഷെ ഇടഞ്ഞാ ഉണ്ടല്ലോ. ബാബു, എന്റെ മക്കള്. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സുമതിയെ. പണ്ടൊക്കെ ദൈവേ പിന്നെയായിരുന്നു. ഇപ്പൊ സ്പോട്ടിലാ പണി തിരിച്ചു കൊടുക്കുന്നേ. ആ കൊച്ചിന് ഒരുപാട് ദ്രോഹിച്ചല്ലേ, അതൊക്കെ അനുഭവിക്കണ്ടേ. പണ്ട് പഴയൊരു തറവാട്ടിലല്ലേ ഇരുന്നേ, അവിടെ സൗകര്യം പോരാ പറഞ്ഞിട്ട് ആ കൊച്ചിനെ നോക്കാനെന്ന പേരിൽ ഇങ്ങോട്ട് വന്ന് അതിൻ്റെ 50 സെന്റ് സ്ഥലവും തട്ടിയെടുത്ത് അതും പോരായിട്ട് ഈ വീടും പറമ്പും കൂടി വേണല്ലേ. ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നോ. നമ്മളൊക്കെ ഒരു അയൽക്കാരായത് കൊണ്ട് മാത്രം പറയണേ, ആ 50 സെന്റ് സ്ഥലം കൂടി പെട്ടെന്ന് അവരുടെ പേരിൽ എഴുതി മാറ്റിക്കോട്ടോ. അല്ലെങ്കിൽ സാരമില്ല, അത് അവൻ തന്നെ തിരിച്ചു വാങ്ങിക്കും. പക്ഷെ അപ്പോഴേക്കും ഒരു കയ്യോ കാലം ഉണ്ടായില്ല, അത്രേ ഉള്ളൂ. പിന്നെ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ടേ വേഗം തറവാട്ടിലേക്ക് കിട്ടോ, ഒരു ജീവനെങ്കിലും ബാക്കി ഉണ്ടാകട്ടെ. എന്നാ ശരി സുമതി. അയ്യോ അമ്മയെ മട്ടൻ സൂപ്പ് ഉണ്ടാക്കി വെക്കി. ആ ചെക്കനെ തല്ലിയിട്ട് വരുമ്പോ നല്ല ക്ഷീണം കാണും പറഞ്ഞ പിള്ളേരാ. അപ്പൊ ഈ കോലമായല്ലോ ദൈവമേ. വീടും വേണ്ട, സ്ഥലവും വേണ്ട, എനിക്ക് എന്റെ മക്കളെ മതി ദൈവമേ. മോനെ ലോട്ടറി വേണ്ട? ഹേ ബാബോട്ടാ, നിങ്ങളാ? ഇതെന്താ ലോട്ടറി ഒക്കെ ആയിട്ട് പച്ച പരിപാടിയൊക്കെ നിർത്തിയാ? എല്ലാ പരിപാടിയും നിർത്തി മോനെ. തട്ടിച്ചും വെട്ടിച്ചും കുറേ പൈസ ഉണ്ടാക്കി. പക്ഷെ അതിന്റെ ഫലമൊക്കെ അനുഭവിച്ചതേ എന്റെ മക്കളും പേരമക്കളാ. കുറേ കാലമായിട്ടുള്ള ഹോസ്പിറ്റലിൽ കിടന്നു. ഉണ്ടാക്കിയ പൈസയൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ ചെലവായടാ. ഈ ലോട്ടറി കച്ചവടം ഉണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകും, ഇടയ്ക്ക് വേറെ പണി കിട്ടി അതിനും പോകും. എന്നാലും ഒന്ന് എടുക്ക്. അതെന്തായാലും നന്നായി. പിന്നെ നമ്മുടെ സുമേഷ് ഏട്ടൻ വെളിച്ചെണ്ണ മില്ലൊക്കെ ആയിട്ട് സെറ്റപ്പ് ആയല്ലോ. അതങ്ങനെയാടാ, അധ്വാനിച്ച് ജീവിക്കുന്നവരെ എപ്പോഴായാലും രക്ഷപ്പെടും. ഒരു കാര്യം ചെയ്യാം, 2 എണ്ണം എടുക്കാം. ഓ എന്നാ ശരി. ഓ
ഈ കുടിസ് വീട്ടിലിരിക്കാൻ വയ്യാണ്ടാ ആ പെണ്ണിനെ നോക്കാൻ വേണ്ട അവിടെ പറ്റിക്കൂട്ടിയത്. ഇതിപ്പോ ഇങ്ങനെയാന്ന് ആരെങ്കിലും വിചാരിച്ച എല്ലാം എന്റെ ആർത്തി കൊണ്ട് തന്നെയാ. ഓ എന്ത് കോലം അത്. ചെക്കന്മാർക്കാണെങ്കിൽ സ്വത്തും പണവും കിട്ടില്ല പറഞ്ഞപ്പോ നൈസായിട്ട് ഒഴിവാക്കിയിട്ട് അവരുടെ പാട്ടിൽ അങ്ങോട്ട് പോയി. അവന്മാരനെയാണല്ലോ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത്. അതിന്റെ ഒരു അംശമായി പെണ്ണിനെ സ്നേഹിച്ചതാണെങ്കിൽ ആ വീട്ടിലിപ്പോ എങ്ങനെ കഴിയായിരുന്നു. ഇനിയിപ്പൊ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ തന്നെ വരുത്തി വെച്ചല്ലേ. ഓ ആ അനീഷേ, അവർക്ക് എത്ര ഫോട്ടോയാണ് പറഞ്ഞത്? ആണോ? എല്ലാ ആഴ്ചയും വേണം പറഞ്ഞ? ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, കുറച്ച് കൊടുക്കുക നീ. അത് നോക്കണ്ടടാ, കച്ചവടം പിടിക്ക്. ആ അല്ലെങ്കിൽ ഞാൻ നേരിട്ട് പോയി കാണാറ്. ആ ശരി, അല്ല നിന്നില്ല, എനിക്ക് ഓളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണ്ട്. ആ ശരി ശരി. ഓ മുതലാളിയായപ്പോ ഭയങ്കര ബിസി ആയല്ലോ, നമ്മളൊന്നും ശ്രദ്ധിക്കാൻ കൂടി സമയമില്ലപ്പോ. എന്ത് മുതലാളിയാടും, നമുക്ക് തൊഴിലാളി ആയാലും ഇഷ്ടം. ഒരു കൂട്ടരെ ഹോൾസെയിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുക്കാറുണ്ട്, കിട്ടിയ നല്ല കച്ചവടമാണ്, കിട്ടട്ടെ. അല്ല എത്ര മണിക്കാ ഹോസ്പിറ്റലിൽ പോകേണ്ടത്? 2 മണിക്ക് ബുക്കിംഗ് കിട്ടത്, നമുക്ക് 1 മണിയാകുമ്പോഴേക്കും ഇറങ്ങാട്ടാ. ഞാൻ വിനോദത്തിന്റെ കാറ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓടിക്കാൻ പഠിച്ചാണെങ്കിലേ സ്വന്തമായിട്ടൊരു കാർ എടുത്തുകൂടായിരുന്നോ? ഇതിപ്പോ എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ വിളിക്കണ്ടേ? ലൈസൻസിന് കൊടുത്തിട്ടില്ലേ, പഠിച്ചെടുക്കടോ. അല്ല നമുക്ക് അമ്മായി ഒന്ന് പോയി കാണണ്ടേ? എന്തിനാ? എന്നെക്കാളും ദ്രോഹം ഏട്ടനോടല്ലേ അവര് ചെയ്തിരിക്കുന്നത്. ആദ്യം ഗുണ്ടകളിനെ വിടണു, പിന്നെ മക്കളിനെ അടിക്കാൻ വിടണു, എന്നിട്ട് എന്തിനാ അവന്റെ ഇത്രയും സ്നേഹം കാണിക്കുന്നേ? ഇപ്പൊ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിലേ അത് അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാ. അത് വിട്, എനിക്കൊരു മാങ്ങ പറിച്ചു തരുമോ? പറിച്ചരാലോ.